മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൗരാവലി ശനിയാഴ്ച ആദരിക്കും. തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. MLA കുറിക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. മലപ്പുറം ജില്ലക്കാരനായ ആദ്യത്തെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറാണ് താനാളൂർ സ്വദേശി മുനീർ. ശനിയാഴ്ച വൈകിട്ട് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ചടങ്ങ് കുറിക്കോളി മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. P നന്ദകുമാർ MLA, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, അബ്ദുറഹിമാൻ രണ്ടത്താണി, E ജയൻ, നാസർ പൊട്ടച്ചോല, K നാരായണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ, അഡ്വക്കേറ്റ് ഗഫൂർ P ലിലീസ്, അഡ്വക്കേറ്റ് C അൻവർ അമീർ, KR ബാലൻ, PA ബാവ എന്നിവർ പങ്കെടുക്കും. പ്രശസ്ത ഗായകരുടെ സംഗീത വിരുന്നും ഒരുക്കുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും, തിരൂർ താനാളൂരുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷവും സന്തോഷമാണിത്. ഒരു നാട്ടുകാരന് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്ര നാട്ടുകാരൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ, ഒരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഡയറക്റ്റാവുന്ന അപൂർവത കൂടി ഇതിനുണ്ട്. ഈ സ്നേഹാദരത്തിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ട് ഇന്റർനാഷണലിലെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട MP കൂടിയായ ശ്രീ അബ്ദുസ്സമദ് സമദാനി അവർകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ MLAമാരായ കുറിക്കോളി മൊയ്തീൻ, ശ്രീ ഷംസുദ്ദീൻ, നമ്മുടെ ശ്രീ നന്ദകുമാർ എന്നീ MLAമാരും നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യാപാര രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ PP അബ്ദുറഹിമാൻ, PK രതീഷ്, മുജീബ് താനാളൂർ, ഫൈസൽ ബാബു കനക, അമീർ സബ്ക എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, തിരൂർ.